മലപ്പുറം വഴിക്കടവിലും കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പൗൾട്രി ഫാമിൽ വെള്ളം കയറി 3000 കോഴികളാണ് ചത്തത്. ഒരു ചിപ്സ് യൂണിറ്റിൽ വെള്ളം കയറി 35 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മലപ്പുറം ജില്ലയിൽ അതിശക്തമായ മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലാണ്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ഈ പൂവത്തിപ്പൊയ് പ്രദേശത്ത് വലിയ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. ചിപ്സ് ഫാക്ടറിയിൽ പൂർണ്ണമായിട്ടും അവിടെ വെള്ളം കയറി ഏതാണ്ട് 35 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഇപ്പോൾ ഉള്ളത് പൗൾട്രി ഫാമിലാണ്. ഏതാണ്ട് 2000 കോഴികളാണ് ഇന്നലെ വൈകുന്നേരത്തെ ശക്തമായ മഴയിൽ ചത്തത്. എന്തായാലും ഇപ്പോൾ ആ ചത്ത കോഴികളെയൊക്കെ മാറ്റാനുള്ള നടപടികളിലേക്ക് കർഷകർ കടന്നിരിക്കുകയാണ്. ഇവർ ധാരാളം പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇത്തരത്തിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചത് ഇവരുടെ പ്രതിസന്ധി കുറച്ചുകൂടി ഇപ്പോൾ രൂക്ഷമാക്കിയിരിക്കുകയാണെന്നാണ് ഉടമയടക്കം ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മരച്ചീനി അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൃഷി ചെയ്തതാണ്. അവിടേക്കാണ് ഇത്തരത്തിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് 10 മിനിറ്റ് മാത്രമായിരുന്നു ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ഈ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നതായാലും ഈ കൃഷി ചെയ്യുന്ന ചേച്ചി തന്നെ ചെയ്യുന്നുണ്ട്. ചേച്ചി, കുറച്ച് സമയത്ത് മഴ അല്ലേ? ഒരു 200 മരട് കപ്പ പോയിട്ടുണ്ട്. അതിൽ ഇത്രേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒലിച്ചു പോയി. ഭയങ്കര നഷ്ടമാണ്. അതായത് ഞാനൊരു സ്ത്രീ മാത്രം ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് ഒരു സ്ത്രീ മാത്രം അങ്ങനെ ഉപജീവന മാർഗമായി കാണുന്ന സാധനങ്ങളാണ് ഈ മരച്ചീനി ഉൾപ്പെടെയുള്ള വിളകൾ. അവിടേക്കാണ് ഇത്തരത്തിൽ വലിയ മഴയുണ്ടാവുകയും നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തത്. 2000 കോഴികൾ ചത്തിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഉടമ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഒരു 3-3:30 കൂടിയാണ് ഈ മഴ ഇവിടെ ശക്തി പ്രാപിച്ചത്. ഇതിന് മുമ്പൊരിക്കലും ഏകദേശം 15 വർഷത്തോളമായി നമ്മൾ ഇവിടെ ഈ പോൾട്രി ഫാം ഇവിടെ നടത്തുന്നു. ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലായിരുന്നു. അതിൽ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. വെള്ളക്കെട്ട് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഷെഡിലൊക്കെ വെള്ളം നിറഞ്ഞ് ചെളിയും നിറഞ്ഞ് 2000 കോഴികളും ചത്തുതിങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്താണ് ഈ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ വൻതോതിലുള്ള നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ആ നഷ്ടത്തിൻ്റെ അങ്കലാപ്പിലാണ് ഇപ്പോഴും ഇവിടുത്തെ കർഷകരും പ്രദേശവാസികളും ഉള്ളത്. പിന്നീട് അങ്ങോട്ട് വലിയ മഴ ഉണ്ടായില്ലെങ്കിൽ പോലും ആ നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇവർ ഇപ്പോഴും കരകയറിയിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും നഷ്ടം അങ്ങനെ തുടരുകയാണ്. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ അർഷക്കിനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.